വളരെ ചെറുപ്പത്തിൽ ആകാശത്തൂടെ പറന്നു പോകുന്ന വിമാനം കാണാൻ ഞാൻ ആകാശത്ത് നോക്കുമായിരുന്നു. ഉയരത്തിലേക്ക് നോക്കി വിമാനം ഇത്ര ചെറുതാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. വളരുന്തോറും ഞാൻ മനസ്സിലാക്കി അത്ര ചെറുതല്ല വിമാനമെന്ന്. അടുക്കുന്തോറും അതിന്റെ വലിപ്പം കൂടും. അതിനകത്തെ കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ഇതാ ഞാൻ നിങ്ങളെ ഒരു വിമാനയാത്രയിലേക്ക് ക്ഷണിക്കുന്നു. KPA സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും പങ്കാളികളാകും. ഒരുപക്ഷെ ഈ യാത്രയിൽ നിങ്ങൾ നിങ്ങളെ തന്നെയോ നിങ്ങളുടെ സഹയാത്രികരെയോ കണ്ടെത്തിയെന്ന് വരാം. അതിലെ രസകരമായ കാഴ്ചകൾ നമുക്ക് ഏവർക്കും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്തായി 7:13-14 പറയുന്നു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Here we start our journey to the kingdom of heaven with lots of trials and tribulations. So we welcome all KPA members aboard to the flight KPA 001 departing from Edmonton to the kingdom of heaven. Dear brethren, sit back, fasten your seatbelt, relax and enjoy the journey with us. Thank you. Good afternoon, ladies and gentlemen. The passengers traveling in the flight number KPA 001 departing to the kingdom of heaven is ready for boarding. Please proceed to gate number 1. Please have your boarding pass and identifications ready. Passengers require assistance will be boarded first, followed by others. Thank you. Here. Forward. Boarding pass, please. Here. Praise the Lord. Boarding pass, please. Good afternoon. In the seat number, Your seat number is 4, ma'am. it has to be a window seat, you know. You know who I am? Yeah, let's try. We'll see. We'll see. Okay. Has to be a window seat. Please have your seat here. This is not my seat. This it is has to be a window. I don't. Yes, please have your seat. Boarding pass, please. See that. That's right. Boarding pass തരാവേ. അയ്യോ, എന്റെ ബോർഡിംഗ് പാസ് കാണുന്നില്ല. എന്ത് പറ്റി? എന്റെ ബോർഡിംഗ് പാസ് എവിടെ പോയി? ഇപ്പോഴും ഓർക്കുന്നു, എന്റെ അടുത്തിരുന്ന ഒരു സ്ത്രീ എന്റെ ബോർഡിംഗ് പാസ് ബാഗ് തുറന്നെടുക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് എന്തിനാ മാഡത്തിന്റെ ഞാൻ ബോർഡിംഗ് പാസ്? കണ്ടതാണ്, ഞാൻ തീർച്ചയായിട്ടും കണ്ടായിരുന്നു, എടുക്കുന്ന കണ്ടായിരുന്നു. ഞാൻ അവരിങ്ങനെ ബാഗ് തുറക്കുന്നത് പോലെയൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം മാം. നോക്കാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ നോക്കാം മാം. മാഡത്തിന്റെ ബോർഡിംഗ് പാസ്. ഇപ്പൊ ഇവിടെ അങ്ങനെ വന്നു. ഇപ്പം കള്ളത്തരങ്ങളൊക്കെ അഡ്വാൻസ്ഡ് അല്ലേ, എന്നാ പറയാനാ? മാഡത്തിന്റെ സീറ്റ് ഇവിടെ അല്ല. No, this is my seat. I have to sit here. You know who I am? I am the chairman of the Edmonton. Yes, I know, ma'am. I know. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ you need to cooperate with us. എന്റെ സീറ്റ് എനിക്ക് സെൻട്രൽ പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു എനിക്ക് ഒന്ന് ഹെവനിലോട്ട് പോകാനായിട്ട് സൈഡ് സീറ്റ് പ്രത്യേകം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. സെൻട്രൽ പാസ്റ്റർ എനിക്ക് പ്രത്യേകം chairman of Kerala Pentecostal Assembly Ladies Chapter. I have to sit here. Ma'am, please cooperate with I us. You don't have need to a sit here. permission for anybody else. എനിക്ക് സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ സീറ്റ് എനിക്ക് തന്നെ വേണം, എന്നോട് പ്രത്യേകം പറഞ്ഞു. താങ്ക് യു. Excuse me. Hello, are you going to Kingdom of Heaven? That's like KPA 001? Yes, I am. Okay, where can I keep this bag? എവിടെയാണ് എൻ്റെ ബാഗ് വെക്കുന്നേ? മാനുവൽ എന്ന് വായിച്ചില്ലേ? ഈ വഴിക്ക് മുമ്പ് നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാം. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അറിഞ്ഞില്ല. This is the final call for Mrs. Smita and Mrs. Nancy. The passengers traveling in the flight number KPA 001 departing to the kingdom of heaven should immediately report to gate number 1 for boarding. Praise the Lord. Boarding pass. Hallelujah. Praise the Lord. Amen. So now we are in the name of Jesus. Hallelujah. Please have your seat here. Amen. Hallelujah. Oh, good morning. Oh, sorry. Good afternoon. Hallelujah. Good afternoon, ma'am. Boarding pass, please. Boarding pass. അയ്യോ, എൻ്റെ ബോർഡിംഗ് പാസ് അവിടെ പോയി. ഓ ഗോഡ്, എവിടെ
എടുത്തോണ്ട് പോയി. Hallelujah, glory, praise the Lord in the name of Jesus. Oh, thank you God. Come, have your seat here, ma'am. Hallelujah, glory, praise the Lord. Amen. Praise the Lord. In the name of Jesus, I rebuke the silent spirit in the name of Jesus. Hallelujah, glory. Good afternoon, ladies and gentlemen. Cabin crew here. Welcome on board flight KPA 001 with service from Edmonton to Kingdom of Heaven. We are expected to be in air approximately 10 minutes time. We now request you to fasten your seat belts and secure all your baggages under your seats and over your overhead compartments. While we are here to ensure that we do have a comfortable flight, we are also concerned about your safety. With that in mind, we ask that you to take safety information booklet out of your seat back in front of you and follow the rules and instructions written in it. And it's a lifetime journey to your eternity. You have plenty of time to read, Amen. follow the instructions written in it. Hallelujah. ഏറ്റവും വലിയ പ്രസംഗിയായ എന്നോടാ പറയുന്നത് ഇതൊക്കെ വായിക്കാൻ. ഞാൻ എത്ര പ്രാവശ്യം ഇതൊക്കെ വായിച്ചതാ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ. Hallelujah, in the name of Jesus. Amen. Thank you. Excuse me. I'm coming, ma'am. Come here. I want to talk to you. Come. What's your name? My name is Aksa. അക്സയ്ക്ക് അറിയാമോ, ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്തുള്ള ശീലമേ എനിക്കുള്ളൂ. എൻ്റെ സംഘാടകർ എനിക്ക് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള സീറ്റൊക്കെ എനിക്ക് തരാറുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഈ ബോർഡിംഗ് പാസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് മാറ്റി തരാമോ? Let me just tell you one thing, ma'am. We have only one service and one captain. We can't change it like that, and it's all the same for everyone. അപ്പോൾ Please, you നിങ്ങൾ have to. പറഞ്ഞു വരുന്നത് ഇത് മാറ്റാൻ പറ്റത്തില്ലെന്നാണോ? No, ma'am. It's exactly same അപ്പോൾ for what all. about the service? It's all exactly same for all. Oh God, it's terrible. Oh my God. Hallelujah. പ്രാർത്ഥനക്കാർക്ക് കിട്ടേണ്ട വയറ് നിറച്ച് കിട്ടി. Amen. In the name of Jesus. അല്ല, വന്നപ്പോ തൊട്ട് ഞാൻ നിന്നെ നോക്കണ്ടോ? നീ എന്താ വല്ല മിസ് വേൾഡ് കോമ്പറ്റീഷൻ വല്ലതും പോകുന്നുണ്ടോ? കത്താനൊന്നും ഇഷ്ടമാക്കി ഒരുക്കൊന്നു കേട്ടോ. Hallelujah. Glory. അത് പൊടി പുഷ്പി, നീ എന്റെ വാച്ച് കണ്ടോ? ഇത് ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാ. എന്റെ അത് കണ്ടിട്ട് ഡയമണ്ട് പോലെ തന്നെയുണ്ട്. ഈ സ്ത്രീ മാത്രമേ ഇതിനകത്ത് സമ്മതിക്കൂ. Amen. Hallelujah. In the name ഇതെന്റെ of ഡാഡി Jesus. യുഎസ്എ വന്നപ്പോ കൊണ്ടുവന്നതാ. ഇതിന് എത്ര വിലയാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? നീ പിന്നെ എന്റെ സാരി നോക്ക്, ഇത് മുഴുവൻ പേൾവർക്കാ. നിന്റെ ഈ ഡയമണ്ട് വാച്ച് ആ വാൾമാർട്ടിൽ $10 പിന്നെ നിന്റെ ഈ സാരി അത് ആ $10 അവിടെ ഇന്ത്യൻ സ്റ്റോറി സെയിൽ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഇരുന്നു. Hallelujah. മകളെ, എന്താണ് നിന്റെ പ്രശ്നം? നീ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? What happened? What's wrong with you? Thank you, ma'am. പ്രശ്നം. ഞാൻ 5 ലോക നഗരങ്ങളിൽ പോയി പ്രശ്നം തീർക്കുന്ന ആളാ. നിന്റെ പ്രശ്നം എന്നോട് പറ. ഒരു പ്രശ്നം What happened? Oh, do you want some drink? You want some? No. അടുത്ത ചേർത്താണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിന്റെ വചനം, മായമില്ലാത്ത ആ വചനം ഭക്ഷിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ദേവി ഇനി ഇങ്ങോട്ട് ഇതുമൊക്കെ ആയിട്ട് വരണമെന്നില്ല. ഒന്ന് മിണ്ടാതിരിക്കാം. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. In the name of Jesus. സമയം ചെന്നാ അവിടെ ലേഡീസ് Hallelujah. Glory. ഫ്ലൈറ്റിൽ ചെന്ന് സ്വസ്ഥതയായിട്ട് I rebuke this word in the name of Jesus. പ്രാർത്ഥിച്ച് വായിൽ വെള്ളം വെച്ചിട്ടും മറ്റുള്ളവരായിട്ട് തുപ്പലുണ്ട്. Hallelujah. Glory. Amen. Oh, glory. Amen. Praise the Lord. Oh, flight കുലുങ്ങുന്നു. എന്താ പറ്റി? എന്താണ് ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങുന്നത്? ലീന ഫ്ലൈറ്റ് കുലുങ്ങുന്നു. എന്തുവാ ആദ്യമായിട്ട് Hallelujah. Glory. ഫസ്റ്റ് ക്ലാസ്സിൽ എവിടെയൊക്കെയാണെന്ന് പറയുകയും ചെയ്യും. കളവണ്ടിയെ പോലും കേറിയിട്ടില്ല. ഓ, കർത്താവേ, ഇതിലേക്ക് വന്നോ? ഞാനൊക്കെ വരിക. എനിക്ക് ഡയറക്റ്റ് കിട്ടിയാലോ തോന്നുന്നേ. ഞാൻ പോവാ. Hallelujah. Glory. In the name of Jesus. We are passing through a risky situation. All passengers are requested to remain in your seats and fasten your seat belts. Flight is nearly out of cabin's control. Passengers are requested to leave your luggages behind. You all have to cooperate with us. ഞാനല്ല ഇതിനകത്ത് കൊടുക്കുകയില്ല. Amen. Hallelujah. Glory. Praise the Lord. In the name of Ma'am, please give your baggages. We need to leave it behind. എന്തിന് എന്നോട് സെൻട്രൽ പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു എനിക്ക് സ്വർഗത്തിലോട്ട് പോകാൻ പ്രത്യേകം സീറ്റ് വിൻഡോ സീറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. Amen. എന്തൊക്കെ വന്നാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് സെൻട്രൽ പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു എനിക്ക് പക്ഷെ ബാഗ് നമുക്ക് കളഞ്ഞേ ഇല്ല. പറ്റില്ല. ആര് പറഞ്ഞാലും ഞാൻ ബാഗ് ചേർത്തില്ല. സോറി. Ma'am, please give your baggage. No, we have to show it behind. I will give my bag. I'm Hallelujah. the chairman for the ladies meeting for this whole assembly. But we need to throw I it can behind give you my now. bag. This is mine and you Our can flight take is it from going to anybody. crash.
മാഡം ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊസിഷൻ എന്താണെന്ന് മാഡത്തിന് അറിയത്തില്ലേ? Please excuse. Amen. I can give you my bag. Ma'am, marathon flight. No, this is expensive cosmetics. I can't take this bag. നമ്മൾ flight crash ആകാൻ പോകുന്നു. No, I can't give my bag. Sorry. Praise the Lord. Ma'am, can you please give your ഞാൻ bag? തരില്ല എല്ലായിടങ്ങളിലും ഏറ്റവും ചെറിയ ബാഗ് എന്റെയാ. ഞാൻ തരില്ല. Hallelujah. Please give your bag. ഞാൻ തരില്ല. Hallelujah. Glory, glory. Amen. In the name of Jesus. Can you give your bag? No. നിനക്കറിയാമോ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? നിനക്കറിയാമോ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ, എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ എഴുതിയ ബുക്സും കുറച്ച് CD ഒക്കെയാണ്. ഇത് പറ്റുമെങ്കിൽ കിട്ടുമോ വേണ്ടി ചെന്നിട്ട് അവിടുത്തെ കൺവെൻഷന്റെ പുസ്തകത്തിനിടയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ അന്നേരമാണ്. Amen. The manager of the cabin crew will be here shortly to talk to you. Please be seated and cooperate with us to have a safe journey. ഏത് വലിയ മാനേജർ വന്നാലും ഞാൻ എന്റെ ബാഗ് കൊടുക്കില്ല. Amen. Praise the Lord. Ladies and gentlemen, I am your captain, Susan. As you all know, we are in a terrible situation right now. Kingdom of Heaven will safe ആയി ലാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലഗേജ് കളഞ്ഞേ മതിയാകുള്ളൂ. Please cooperate with us. No. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അതിനകത്ത് എഴുതിയിരുന്നത്. എല്ലാം അങ്ങ് കൊണ്ടുപോകണം എന്നായിരുന്നല്ലോ എഴുതി വെച്ചിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഹല്ലേലൂയ, സ്തോത്രം. You need to give your baggage right now. എന്തിനാ നിങ്ങള് ഫ്ലൈറ്റിന്റെ മാനേജർ അതായതാന്ന് പറഞ്ഞോണ്ട് ഒരു എയർ കട്ടറിനകത്തോട്ട് ഫ്ലൈറ്റ് ചാടിയെന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാല് എങ്ങനെയാ? സെൻട്രൽ പാസ്റ്റർ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ എന്നാണേലും സ്വർഗത്തിൽ ചെല്ലും, ഫ്ലൈറ്റ് കുലുങ്ങിയാലും ഒന്നും പേടിക്കണ്ട, ബാഗേജ് ഒന്നും കൊടുക്കരുത്, അങ്ങനെ അത് കള്ളപ്രവാചകന്മാരും അതും ഇതൊക്കെ വന്ന് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബാഗേജ് കൊടുക്കല്ലെന്ന് പ്രത്യേകിച്ച്. Amen. Hallelujah. ഈ നമ്മൾ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഈ നിന്റെ ലഗേജ് എല്ലാം ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. Amen. സ്തോത്രം. എന്തിനാ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ, പ്രത്യേകം പറഞ്ഞല്ലേ എന്നോട് വിട്ടത്. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ എല്ലാ ദുഷ്ടതയും ചതവും എല്ലാം നിന്നെ അസൂയയും എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. നിന്റെ ലഗേജ് ഉപേക്ഷിച്ചാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഞാനങ്ങ് സ്വർഗത്തിൽ ചെല്ലണേ ഇത് തരണം എന്നാണ് പറയുന്നത്. അതെ, നീ അത് ഉപേക്ഷിച്ചാലേ മതിയാകുള്ളൂ. ഞാൻ നോക്കട്ടെ അതിലെന്താണ്. Lie and pride. Hallelujah. Amen. See, you need to leave your baggage. You have to cooperate with us. Amen. എന്റെ ബാഗോ ഞാൻ തരണമെന്നോ? എന്റെ ബാഗ് ഞാൻ വിട്ടു തരത്തില്ല. എനിക്ക് ഇങ്ങനെ ഹെവനിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരു പൊസിഷൻ എനിക്ക് അവിടെ പ്രത്യേകം ഞാൻ കർത്താവിനോട് പറഞ്ഞു മേടിക്കുന്നുണ്ട്. എത്ര പേർ ആഗ്രഹിച്ച പൊസിഷൻ ആണെന്നറിയോ? കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഈ പൊസിഷൻ കീപ്പ് ചെയ്തു. നിങ്ങൾക്ക് അറിയുമോ ഞാൻ ആരാണെന്ന്? നമ്മൾ ദൈവവചനത്തിൽ എന്താണ് വായിക്കുന്നത്? ഈ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സ്ഥാനമാനങ്ങളൊന്നും നിങ്ങളെ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. താഴ്മയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്നതാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ നിന്നെ തന്നെ താഴ്ത്തി ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ക്യാപ്റ്റനായ യേശുക്രിസ്തു നിന്നെ സഹായിക്കും. ഈ മാനുവലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കൂ. നീ നിന്റെ ലഗേജ് ഉപേക്ഷിച്ചേ മതിയാകുകയുള്ളൂ. സോറി. ലഗേജ് തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും ലഗേജ് ഉപേക്ഷിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുന്നതല്ല. Power hungry. Amen. Praise the Lord. Blessy, നീ നിന്റെ ബാഗേജ് ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. ഞാൻ തരില്ല. ഏറ്റവും ചെറിയ ബാഗല്ലേ എന്റെ. വന്നപ്പോ തൊട്ട് എന്നോട് ബാഗ് ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ തരില്ല. എടുത്ത് കണ്ണാടി വെച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ചോദിക്കും. Amen. Hallelujah. Glory. എല്ലാവരും അവരവരുടെ ലഗേജ് ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. Blessy, you have to give your baggage. Nancy, you need to give your baggage right now. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? Amen. Don't speak to me like this, okay? And you know who is my father? He was a great man of God. Amen. You know, ഒരു ബാഗ് ചോദിച്ചതിനാണോ നീ ഇത്രമാത്രം പറയുന്നത്? എനിക്ക് സീറ്റ് മാറുന്നുള്ളൂ. എന്റെ ഇംഗ്ലീഷ് മനസ്സിലായിരുന്നു തോന്നുന്നു. Amen. നിനക്കറിയാമോ എന്റെ ഡാഡി ആരാണെന്ന്? നിനക്കറിയാമോ എന്റെ വല്യപ്പച്ചൻ ആരാണെന്ന്? അവർ ദൈവത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബം പോലും നോക്കാൻ സമയമില്ലാതെ വളരെയധികം അധ്വാനിച്ച ആളാണ്. ഞാൻ സ്വർഗരാജ്യത്തിൽ പോയില്ലേ പിന്നെ ആരെ പോക്കാൻ അവകാശമുള്ളത്? നാൻസി, ദൈവവചനം എന്താണ് പറയുന്നത്? ഈ വചനം വായിച്ചിട്ടുണ്ട്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നിനക്കറിയാമോ?
നിങ്ങൾ നിങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വലിയേറെ വസ്ത്രം ധരിക്കുന്നതും കൊണ്ടല്ല, താഴ്മയും സൗമ്യതയും ദൈവസ്നേഹത്താലുമാണ് സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്. ഇതൊന്നും നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോവുകയില്ല. നീ മാനുവൽ എഴുതിയിരിക്കുന്ന വായിക്കും, നീ നിന്റെ ലഗേജ് ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. സോറി, നന്നേ പറ്റുള്ളൂ. ഫാഷൻ, വാനിറ്റി, ലീഗസി. സ്മിത, നീ നിന്റെ ലഗേജ് ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരാണെന്ന്. ഞാൻ ഈ ലോകത്തിലെ 5 വൻകരകളിൽ പോയി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. നിനക്കറിയാമോ എന്നെ കുറിച്ച്? എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളും സീഡികളുമാണ് ഇതിനകത്ത്. എന്റെ ഒറ്റ പ്രസംഗത്തിൽ 5000 പേരാ വീഴുന്നത്. കണ്ടിട്ടുണ്ടോ വീഴുന്നത്? വീട് മാത്രമല്ലേ ഉള്ളൂ, ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ബാഗ് തരത്തില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷന്റെ ന്യൂ ജനറേഷന്റെ റെപ്രസെന്റേറ്റീവാണ് ഞാൻ. അറിയാമോ നിനക്ക്? നിന്റെ ഈ ന്യൂ ജനറേഷനും ഈ സീഡിയോ ബുക്കും നിന്റെ ദൈവരാജ്യത്തിൽ എത്തിക്കുകയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഓക്കുന്നത്? ഇന്നത്തെ ഫേമസ് ആയിരിക്കുന്ന മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഞാനാ. റാപ്പ് ആൻഡ് റോക്ക് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഞാനാ. അറിയാമോ? അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം. സിനിമാ പാട്ടിലെ ഓരോ ട്യൂൺ അടിച്ചെടുത്തിട്ടും ബൈബിളിലെ ഓരോ വേർഡ് മിക്സ് ചെയ്തിട്ട് ചുമ്മാ ബ്ലെസ്സി, നീ മിണ്ടരുത്. ഞാൻ ഇപ്പൊ പ്രവചിച്ചാൽ നീ ഇവിടുന്ന് മാറിപ്പോകും. കണ്ടോ? പ്രൈസ് ദി ലോർഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ബ്ലെസ്സി, നീ ഒന്നും മിണ്ടാതെ ഇരിക്കാം. നമ്മൾ ഇത്രയും ട്രബിളിൽ എത്തിയിട്ട് നിനക്ക് ഒരു മാനസാന്തരവും വരാത്തതിൽ ഞാൻ അതിശയിച്ചു പോവുകയാണ്. ആമേൻ. Now you need to leave your baggage, Smita. You have to cooperate with us. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഈ പ്രസംഗം, നിന്റെ ഈ പാട്ട്, ഇതെല്ലാം നല്ലതാണ്. നീ പറഞ്ഞു നീ ന്യൂ ജനറേഷന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് നീ പറഞ്ഞു. അതൊന്നും നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കില്ല. നിനക്ക് പേഴ്സണലായിട്ട് യേശുക്രിസ്തുവിനെ അറിയാമോ? നീ പേഴ്സണലായിട്ട് യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? അത് ദൈവത്തിനല്ല എന്ന് പ്രാധാന്യം. ദൈവശാസ്ത്രം, തിയോളജിയിൽ ഞാൻ ഡോക്ടറേറ്റ് എടുത്ത ആളാ. ഏതെല്ലാം യൂണിവേഴ്സിറ്റി ലോകത്ത് ഫേമസ് ആയിട്ട് അവിടെ എല്ലാം പോയി PhD എടുത്ത ആളാ. അത് നിനക്ക് അറിയാമോ? ആ PhD എല്ലാം വെച്ചുകൊണ്ട് എഴുതിയ CD പുസ്തകങ്ങളുമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. കാശ് കൊടുത്താൽ PhD എടുക്കുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാനിപ്പൊ പ്രാർത്ഥിക്കും, നീ ഇവിടുന്ന് മാറിപ്പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്മിത, നിന്നെ ഇതൊന്നും, നിന്റെ സ്ഥാനങ്ങളോ നിന്റെ സീഡികളോ നിന്റെ പുസ്തകങ്ങളോ നിന്റെ പ്രശസ്തി ഒന്നും നിന്റെ ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കില്ല. ഈ ഫ്ലൈറ്റ് ഏതെല്ലാം രീതി കുലുങ്ങിയാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ ചെല്ലുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതിന്റെ കാരണം ഇന്നത്തെ ജനറേഷൻ എന്നെ അനാവശ്യമാണ്. നിനക്ക് ആർക്ക് ആവശ്യമാണെങ്കിലും ദൈവത്തിന് ആവശ്യമില്ലെങ്കിൽ, നീ ദൈവത്തിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. നമുക്ക് കിങ്ഡം ഓഫ് ഹെവനിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. പ്ലീസ്, യു നീഡ് ടു ലീവ് യുവർ ബാഗേജ്. ഞാൻ എന്റെ ബാഗ് തരുന്നതാണ് പറയുന്നത്. തീർച്ചയായും നീ അത് ഉപേക്ഷിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ എത്തുകയുള്ളൂ. ഞാൻ നോക്കട്ടെ അതിൽ എന്താണെന്ന്. എന്റെ ബുക്സ്, എന്റെ CD എല്ലാം പോയോ? ഹല്ലേലൂയ. ഹിപ്പോക്രസി. ആമേൻ. Blessy, now it's your turn. You need to leave your baggage. ചെറിയ ബാഗില്ല, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ കേറിയപ്പോൾ പോലും നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിന്റെ ഈ കുശുമ്പും കുനായ്മ അസൂയയും കൊണ്ടൊന്നും നിനക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. നീ ഇതെല്ലാം ഉപേക്ഷിച്ച് എല്ലാ ദുഷ്ടതയും എല്ലാ അസൂയയും വിട്ടുകളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ആയാൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഉപേക്ഷിച്ച് ആത്മാവിന്റെ പ്രവൃത്തികൾ നിന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. പ്ലീസ്, യു നീഡ് ടു ലീവ് യുവർ ബാഗേജ്. തീർച്ചയായും തന്നാൽ മാത്രമേ, ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഞാൻ നോക്കട്ടെ അതിലെന്താണ്. Jealousy and judging others. Thank you, Blessy. Our flight is not still under control. അയ്യോ, നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടിട്ട് ഇതെന്തോ ഈ ഫ്ലൈറ്റ് പിന്നെ കടന്ന് കുലുങ്ങുന്ന ഇതെന്തോ എല്ലാരും മാനസാന്തരപ്പെടുന്നല്ലോ. പെട്ടല്ലോ പിന്നെ ഈ സഹോദരിക്ക് എന്നാ പറ്റി, ഈ ആന്റിക്ക് എന്നാ പറ്റി, ഇതെന്നാ മിണ്ടാതിരിക്കുന്നത്? എന്താ മകളെ പ്രശ്നം? എന്തോ ഇതിനകത്ത് ഈ ബാഗ് പറ്റില്ല, ഈ ബാഗ് കളയണം. യു ഷുഡ് ലീവ് യുവർ ബാഗ് മൈ ഡിയർ. പ്രശ്നമുണ്ടോ? നമുക്ക് പരിഹരിച്ച് തീർക്കാം. എന്താണ് നിന്റെ പ്രശ്നം? പറയൂ, ഞങ്ങളോട് പറയൂ. ഫാമിലി, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ലീല, നിന്റെ കുടുംബവും നിന്റെ ഫാമിലിയോ ഒന്നും നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. നീ ദൈവനാമത്തിന് വേണ്ടി എന്തെല്ലാം ഉപേക്ഷിച്ചോ അതെല്ലാം ഇരട്ടിയായി ദൈവം നിനക്ക് നൽകും. അതാണ് ദൈവത്തിൽ പറയുന്നത്. ഈ മാനുവലിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കും. എനിക്കറിയാം നിനക്ക് നിന്റെ ഫാമിലിയെ, നിന്റെ റിലേറ്റീവ്സിനെ എല്ലാം വിട്ടുപോകാൻ ബുദ്ധിമുട്ട്
പക്ഷേ നീ ക്യാപ്റ്റനായ യേശു ക്രിസ്തു നിന്നെ സഹായിക്കും. ഈ മാനുവൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിച്ചു നോക്കൂ. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നാൽ മാത്രമേ നാളെ നിന്റെ അച്ചാച്ചനും നിന്റെ പേരൻസ് നാളത്തെ ഫ്ലൈറ്റ് കിങ്ഡം ഓഫ് ഹെവനിലോട്ട് ഫ്ലൈറ്റിൽ അവരും കാണും. അതിൽ നിന്ന് നീ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. ശരിയാണോ? ആ ശരിയാണ്. ശരി, ഓക്കെ. ഓക്കെ. പോകണമൊരു നാൾ കൂടാരം വിട്ടു ഞാൻ പരദേശവാസികളെ, സ്വർഗ വീടുണ്ടക്കരെ നാട്ടിൽ, സ്വർഗ വീടുണ്ടക്കരെ നാട്ടിൽ. Now flight is under control of our Captain Jesus Christ. Now sit back, relax, have a safe journey. Thank you. സഹോദരി, praise the Lord, praise the Lord. Amen. Praise the Lord. Hallelujah. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള നമ്മുടെ ജേർണി, കിങ്ഡം ഓഫ് ഹെവനിലേക്കുള്ള സേഫ് ആയിട്ടുള്ള ജേർണി നമുക്ക് തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.